ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേരുടെ പ്രശ്നമാണ് സ്കിന്നിലെ പാടുകളുണ്ട് എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി വന്ന കമന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ട്, അപ്പൊ അത് കണ്ടിട്ട് നോക്കിയിട്ട് ചെയ്യാന്നുള്ളത്. മുഖത്തെ പാടുകൾ, അതേപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കരിവാളിപ്പ്, മുഖക്കുരു വന്ന പാടുകൾ, ഇതിനെല്ലാത്തിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റിന്റെ ഒരു കോമ്പിനേഷൻ, അതായത് ഡെയിലി മുതൽ നൈറ്റ് വരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് F2 എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു കോംബോ പാക്ക് ആണ്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് F2ന്റെ ഫേസ് വാഷ് ആണ്. അടിപൊളി ഒരു ഫേസ് വാഷ് ആണ്. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് എന്ന് വേണം പറയാൻ. ഒരു ഗോൾഡൻ കളറിലൊക്കെയാണ് ഇതിരിക്കുന്നത്. നല്ല ഒരു ഫേസ് അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു ഫേസ് വാഷ് ആണ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് തരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഡെയിലി ഉപയോഗിക്കേണ്ട ഒന്നാണ് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അതിന്റെ ഒന്നിച്ചൊരു കോമ്പിനേഷനിലാണ് ഇവരിതിപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊരു അടിപൊളി ഐഡിയ ആണ്. SPF 50 ഒക്കെ ഉണ്ട്. പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അടുത്തത് ഒരുപാട് പേര് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഉള്ള ഒന്നാണ്. ഇത് നൈറ്റ് ക്രീം ആണ്. രാത്രിയിലാണ് നമ്മുടെ ചർമ്മത്തിന്റെ ഡാമേജുകളൊക്കെ പരിഹരിക്കപ്പെടാനായിട്ട് ഏറ്റവും നല്ല സമയം. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നമ്മുടെ സ്കിന്നിന് വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ബോട്ടിലാണ് ഇത് വരുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും യൂസ് ചെയ്യേണ്ട വിധം നോക്കാം, അതേപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ്സും നോക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഫസ്റ്റ് വൺ നമ്മുടെ ഫേസ് വാഷ് ആണ്. വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ഒരു മോർണിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. നമ്മളെപ്പോഴും ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി വാഷ് ചെയ്യാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫേസ് ക്ലീൻ ആയിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ മുഖക്കുരുവും ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്ഫുൾ ആയ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി, അതേപോലെ തന്നെ അലോവേരയാണ്. ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് വളരെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ മുഖത്തെ അഴുക്കും അതേപോലെ തന്നെ പൊടിയും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മുഖം നന്നായിട്ട് ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ കുറയുന്നതാണ്. മുഖം നല്ല ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ്. അടുത്തത് നമ്മുടെ മോയ്സ്ചറൈസർ കം സൺസ്ക്രീൻ ആണ്. ഇതിൽ SPF 50 അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുറത്തേക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണ് പിഗ്മെന്റേഷൻ ഉള്ളവരൊക്കെ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് SPF 50 അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് SPF 50 അതേപോലെ തന്നെ P++ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ എഫക്റ്റും കിട്ടും, അതേപോലെ തന്നെ സൂര്യതാപത്തിൽ നിന്നുള്ള സംരക്ഷണവും കിട്ടുന്നുണ്ട്. UV റേസ് മൂലമുള്ള കരിവാളിപ്പ് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടും പ്രത്യേകിച്ച് പിഗ്മെന്റേഷൻ ഓൾറെഡി ഉള്ളവർക്ക് ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ് സൺസ്ക്രീൻ. അപ്പോൾ ഇത് സൺസ്ക്രീൻ ചർമ്മത്തെ റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കരിവാളിപ്പ്, കറുത്ത പാടുകൾ, ചുളിവുകൾ ഇതൊക്കെ തടയാനായിട്ടും സഹായിക്കും. ഇതിൽ വൈറ്റമിൻ ഇ, ഗ്ലിസറിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിനെ നിറം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നൈറ്റ് ക്രീം. നൈറ്റിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യാനും സ്കിന്നിലെ കുറവുകളൊക്കെ പരിഹരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു നൈറ്റ് ക്രീം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് സെൻസിറ്റീവ് ടൈപ്പ് സ്കിന്നുകാരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. ഞാൻ ഇപ്പോഴത്തെ ഒരെണ്ണം പുതിയത് വാങ്ങിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ള ബോട്ടിലാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ഹെഡ്സ്, ഡാർക്ക് സർക്കിൾ, അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ മാറാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഇത് ബെസ്റ്റ് ആണ്. ഓപ്പൺ പോർസ്, പിഗ്മെന്റേഷൻ അത്തരം പ്രശ്നങ്ങളുള്ളവർക്കും ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് പറയുന്നത് 7 to 14 ഡേയ്സിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയിലാണ്. അത് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. നമുക്ക് ഫേസ് വാഷ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റും. മറ്റ് സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.